ഇന്ന് നമുക്ക് ഒരു നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. പണ്ട് ഓണത്തിനും വിഷുവിനൊക്കെ അമ്മ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു ഇങ്ങനത്തെ ചിക്കൻ കറി. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അതിലേക്ക് 4 സവാള, 2 തക്കാളി, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ഉരുളക്കിഴങ്ങ് ഇത്രയും മുറിച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും നമുക്ക് മൺചട്ടിയിൽ അടുപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റാവും ഈ കറി. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. മുളക് പൊടി ഒരുപാട് ചേർക്കണ്ടേ. ഇനി ആവശ്യമുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇത്രയും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി എന്ന് പറയാൻ കാരണം നമ്മുടെ കുരുമുളകാണ് ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൈവച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ അരമുറി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിവിടെ തേങ്ങ വറുത്തെടുക്കാം. അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില, 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇതാ മുഴുവൻ കുരുമുളക്. ഇതാണ് ഈ കറിയുടെ എരിവിന് ഏറ്റവും കൂടുതൽ നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഈ കറിക്ക് മസ്റ്റാണേ. അപ്പോൾ ഇതാ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കരിയാതെ നന്നായിട്ട് ഇതുപോലെ വറുത്തെടുക്കണേ. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പൊക്കെ നോക്കി കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഗരം മസാലയോ നിങ്ങൾക്ക് ഈ സമയത്ത് എന്തെങ്കിലും സ്പൈസസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ലാസ്റ്റ് ടൈം അങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അല്പം തേങ്ങാക്കൊത്ത് വറുത്തിടാം. ഈ വെളിച്ചെണ്ണയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, അതാണ് ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനായാലും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ.